ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈയിടെയായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക്. വളരെ കുറഞ്ഞ വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഇന്ന് ഈ ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിനെന്താണ് കാരണം? ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? അതുപോലെ ഈ ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേദന ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് ECG ടെസ്റ്റ് എടുക്കേണ്ടത്? അതുപോലെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് ഒന്ന് നോക്കി പോവാം. ഈ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഇത് മീൻ എണ്ണ അല്ലെങ്കിൽ ഈ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് 4000-5000 രൂപ വരെ വില വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ മാത്ര കുറയ്ക്കാനും പിന്നെ അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും കഴിവുള്ള ഒരു പോഷക ഘടകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് മാർക്കറ്റിൽ വളരെ വില ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പോഷകത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് നമ്മൾ കഴിക്കുന്ന മത്സ്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കുറേ അധികം മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും സംഭവിക്കുന്നു? നമ്മൾ ഈ പോഷകമുള്ള ഭക്ഷണം കഴിച്ചിട്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിന് എന്തൊക്കെയാണ് കാരണമാകുന്നത്? 5 മുഖ്യമായിട്ടുള്ള കാരണങ്ങളാണ് ഈ പറയുന്ന ഹാർട്ട് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാരണം അത് രക്തസമ്മർദ്ദമാണ്, അതായത് ബ്ലഡ് പ്രഷർ. രണ്ടാമത്തെ കാരണം പ്രമേഹ രോഗം. മൂന്നാമത്തേത് പൊണ്ണത്തടി, അതായത് കൊളസ്ട്രോളിൻ്റെ മാത്ര രക്തത്തിൽ കൂടുതലുള്ള അവസ്ഥ. നാലാമത്തേത് അത് പുകവലിയാണ്. അഞ്ചാമത്തേത് വ്യായാമം കുറയൽ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു ജീവിതശൈലി രോഗമാണ്. അതായത് നമ്മുടെ ഭക്ഷണത്തെയും നമ്മുടെ വ്യായാമത്തെയും അതുപോലെ പുകവലിയും കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. എന്തൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഹാർട്ടിന് മെയിനായിട്ട് 3 രക്തധമനികളുണ്ട്. അപ്പം ഇതിലോട്ട് ഈ കൊളസ്ട്രോളിൻ്റെ മാത്രം നമ്മുടെ ബ്ലഡിൽ കൂടിക്കിടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഒപ്പം രക്തസമ്മർദ്ദവും ഈ പ്രമേഹ രോഗവും ഉള്ള ആൾക്കാർക്ക് ഈ രക്തക്കുഴലിൽ കൊളസ്ട്രോൾ അടിഞ്ഞു ചേരാൻ കാരണമാവുന്നു. അപ്പോൾ ഈ കൊളസ്ട്രോൾ അടിഞ്ഞു ചേരുന്നു, അതിൻ്റെ ഒപ്പം നമ്മുടെ രക്തത്തിലെ കോശങ്ങൾ ഇതിൻ്റെ ഒപ്പം കൂടിച്ചേരുന്നു. അങ്ങനെ അവിടെ ഒരു മെഷ് വർക്ക്, ഒരു കോൺക്രീറ്റ് പോലെ ഇത് ബ്ലോക്കേജ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമല്ല. ഇത് വളരെ കാലസമയം എടുത്തിട്ട് തന്നെ മെല്ലെ ആയിട്ട് നമ്മുടെ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നു. അപ്പോൾ അതാണ് ഈ പറയുന്ന ഹാർട്ട് ബ്ലോക്കേജ്. അപ്പോൾ രക്തം ആ രക്തക്കുഴലിൻ്റെ മറുവശത്തോട്ട് പോകാതെ ആവുന്നു. ഒരു പെട്ടെന്നുള്ള ഒരു സമ്മർദ്ദം കൂടുമ്പോൾ അത് ഈ പറയുന്ന രക്തക്കുഴലുകളിൽ മുറിവുണ്ടാക്കുകയും അവിടെ ഈ ബ്ലോക്കേജ് ഉള്ള സ്ഥലത്ത് തന്നെ രക്തം കട്ടപിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ രക്തം കട്ടപിടിക്കുന്ന സമയത്ത് ആ രക്തത്തിൻ്റെ കട്ട ഈ പറയുന്ന ബ്ലോക്ക് ഉള്ള സ്ഥലത്തെ മുഴുവനായിട്ടും അത് അടയ്ക്കുന്നു. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ രക്തം ഹൃദയത്തിൻ്റെ ആ രക്തക്കുഴലിൻ്റെ അടുത്ത ഭാഗത്തോട്ട് രക്തം എത്താണ്ടാവും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നശിച്ചു പോകുന്നത്. ഹൃദയത്തിൻ്റെ മസിൽസ്, മാംസത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെ ബ്ലഡ് ഇല്ലാതെയാകുമ്പോൾ അങ്ങോട്ട് എത്തൂല. ഓക്സിജൻ എത്താണ്ടാകുന്ന സമയത്ത് ആ ഒരു ഭാഗം, ഹൃദയത്തിൻ്റെ ഭാഗം നശിച്ചു പോകും. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്ന നെഞ്ചുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ മെയിൻ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അസഹനീയമായിട്ടുള്ള നെഞ്ചുവേദനയാണ്. ആ നെഞ്ചുവേദനയ്ക്കൊപ്പം പെട്ടെന്നുള്ള ഒരു വിയർപ്പും ഒരു ശ്വാസം മുട്ടലും പിന്നെ ഛർദ്ദിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഈ വേദന നമുക്ക് നമ്മുടെ ഈ ത്വക്കിൻ്റെ പുറം ഭാഗത്ത് പുറം ഭാഗത്തിലോട്ട് വരെ എത്തിച്ചേരാം.
അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ ഈ താടി എല്ലിൽ വരെ ഈ വേദന നമുക്ക് വേദനയായിട്ട് നമുക്ക് തോന്നാം. ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നെഞ്ചുവേദന ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന നെഞ്ചുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ECG എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വളരെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുകവലിയും ഹാർട്ട് ബ്ലോക്കും ഹാർട്ട് അറ്റാക്കും തമ്മിൽ എന്താണ് ബന്ധം? കാരണം നമ്മൾ പുകവലിക്കുമ്പോൾ ഈ പുക ചെല്ലുന്നത് നമ്മുടെ ശ്വാസകോശത്തിലോട്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ ഈ പുകയിൽ നമ്മൾ പുകവലിക്കുമ്പോൾ ഈ പുകയിൽ കുറേ അധികം കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ നിക്കോട്ടീൻ, ഹൈഡ്രോ കാർബൺസ്, ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്ന കുറേ അധികം ഇതിൽ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് ശ്വാസകോശത്തിൽ നിന്നും നമ്മുടെ രക്തത്തിലോട്ട് അലിഞ്ഞു ചേരുന്നു. ഈ രക്തത്തിലൂടെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ, രക്തക്കുഴലുകളിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് നിർത്താതെ നമ്മുടെ ഈ രക്തക്കുഴലുകളിൽ മുറിവുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മുറിവുണ്ടാക്കുമ്പോൾ ആ മുറിവിലോട്ട് നമ്മുടെ രക്തത്തിൻ്റെ RBCs, അതായത് രക്തകോശങ്ങൾ ചെല്ലും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ അവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ അവിടെ ഒരു മെഷ് വർക്ക്, ഒരു വല പോലെ ഉണ്ടാക്കിയാണ് ഈ പറയുന്ന ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുകവലി കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും, അങ്ങനെയല്ല, പുകവലിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ അസുഖം വന്നു ചേരുന്നത്. അപ്പോൾ പുകവലിക്കുന്ന ഏകദേശം എല്ലാവർക്കും ഒരു വയസ്സ് കഴിയുമ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്? ആദ്യത്തേത്, ഒരു ഹാർട്ടിൻ്റെ ഒരു ഭിത്തി നശിച്ചു കഴിഞ്ഞാൽ, മസിൽസ് നശിച്ചാൽ ആ ഭാഗം ഇടിക്കാതെ ആവും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും. അതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത്, ഈ ഹാർട്ടിൻ്റെ എല്ലാ ഭിത്തികളും വളരെ ഐക്യത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ രക്തം ബാക്കി അവയവങ്ങളിലോട്ട് ചെന്നെത്തുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഐക്യം നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ തുടങ്ങും. അതിനെയാണ് എറിത്മിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്നുള്ള മരണം വരെ രോഗിക്ക് സംഭവിക്കും. അപ്പോൾ വളരെ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ നമുക്ക് ഈ ഹാർട്ട് ബ്ലോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? ഇത് ഒരു പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഖജീവിതത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുറേ അധികം ഗുളിക കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഇക്കോസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ ഇങ്ങനെയുള്ള ക്ലോട്ടിംഗ് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉപരി എപ്പോഴും ഒരു പേടി, അതായത് നമ്മൾ അധ്വാനിക്കുന്ന സമയത്തും നമ്മൾ പല പണിയെടുക്കുന്ന സമയത്തും ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും നമുക്ക് ഉണ്ടാവും. അപ്പോൾ വളരെ ദോഷമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ അസുഖം വരാണ്ട് നോക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ആദ്യം ചർച്ച ചെയ്ത 5 മുഖ്യ കാരണങ്ങളെ അത് ശരിയാക്കുമ്പോൾ ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. അപ്പോൾ ഈ പ്രഷറും പ്രമേഹവും ഉള്ള ആൾക്കാർ ഡെയിലി റെഗുലറായിട്ട് അത് ചെക്കപ്പ് ചെയ്യണം. അതിനുള്ള ഗുളികകളെല്ലാം എടുക്കണം. പിന്നെ ബാക്കി വ്യായാമക്കുറവ്, എല്ലാവരും ഇന്ന് ബൈക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എക്സർസൈസ്, വ്യായാമം ഒന്നും ഇല്ല. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും എക്സർസൈസ് ചെയ്യണം എന്നാണ് സയൻസ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുകവലിയുള്ള ആൾക്കാർ, പുകവലി ഈ ഹാർട്ട് ബ്ലോക്ക് മാത്രമല്ല, പുകവലി ഏകദേശം ഒരു 1000 അസുഖങ്ങൾ കൊണ്ടുവരും എന്നാണ് കണക്ക്. അപ്പോൾ പുകവലി ഉറപ്പായിട്ടും എല്ലാവരും ഒഴിവാക്കണം. കാരണം പുകവലിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ അധികം അസുഖങ്ങൾ, ഈ ഒരു ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല കുറേ അധികം അസുഖങ്ങൾ ഉണ്ടാകും. ശ്വാസമുട്ടലായിട്ട് അങ്ങനെ പല അസുഖങ്ങളും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പുകവലി ഉറപ്പായിട്ടും ഒഴിവാക്കണം. പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മളുടെ ഡയറ്റ്, അതായത് നമ്മളെ ഭക്ഷണം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പൊണ്ണത്തടി അല്ലെങ്കിൽ വയറ് നമ്മൾ കുറക്കാവുന്നതാണ്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ മാത്ര കുറയും. ഈ പറയുന്ന എത്തീറോസ്ക്ലീറോസിസ്, അതായത് ഹാർട്ട്, ഈ രക്തക്കുഴലുകളിൽ ബ്ലോക്കേജ് ഉണ്ടാകാണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നം
എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ നല്ല പോഷകാഹാരം കഴിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ഹാർട്ടിൽ ബ്ലോക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തെയും നമ്മൾ ഈ പറയുന്ന മീനിനെയും ബാക്കി ഭക്ഷണത്തെയും നമ്മൾ അധികം നെയ്യ് ഉപയോഗിച്ച്, അതായത് നെയ്യ് ഉപയോഗിക്കുകയും അതിൻ്റെ കുക്ക് ചെയ്യുന്ന, അതിനെ പാകം ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ മാത്രം നമ്മുടെ പോഷകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ അധികമായി പോകാൻ കാരണമാക്കുന്നത്. അപ്പോൾ കുക്കിങ്ങിൻ്റെ സ്റ്റൈലും കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അധികം നെയ്യ്, അധികം ഈ പറയുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ ഓയിലുകളും കാര്യം ഒക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഈ ബർഗർ, പിസ്സ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ബാക്കി ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, പുകവലി ഒഴിവാക്കുക, വ്യായാമം ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാക്കി പൊണ്ണത്തടി ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഒന്നാണ്. ഈ അറിവ് നമ്മൾ കാണുമ്പോൾ ഈ അറിവ് അടുത്ത ആൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.